വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വാട്ട് ഈറ്റിനിടെ അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ദിവസം ഫുൾ സ്വീറ്റ് ആക്കാനായിട്ട് ഞാൻ ഇവിടെ കരിമ്പ് ജ്യൂസ് കുടിച്ചു. ഞാൻ അവിടെ കൊണ്ട് തന്നെ ഞാൻ ഫ്രഷ് ആയി. എന്നിട്ട് ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചാൽ ഫൈനലി വന്നു. സ്പെഗത്തി ആലിയോ ഒലിയോണ്ട് ആദ്യം ഓർഡർ ചെയ്തത്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുറേ പേര് നോക്കിയിരിപ്പുണ്ടെന്നുള്ളത്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് തന്നു, ഞാൻ കഴിച്ചു. ആദ്യമായിട്ട് കഴിച്ചുകൊണ്ട് എനിക്ക് സ്പെഗത്തി ഇത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നൂഡിൽസ് പോലെ തന്നെയായിരുന്നു സംഭവം. ഗാർലിക് ബ്രെഡിലോട്ട് ഞാൻ കെച്ചപ്പ് ആഡ് ചെയ്തിട്ട് അതും കഴിച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്താമണി മോഡിലെത്തി. കൂടെ ആരുമില്ലായിരുന്നതുകൊണ്ട് സമാധാനമായി കുറേ ആലോചിച്ച് കൂട്ടാൻ. മെയിൻ കോഴ്സ് വരുമ്പോഴത്തേക്ക് ഇവിടെ സവാളയിൽ അത്യാവശ്യം നാരങ്ങ വിഴിഞ്ഞു വെച്ചു. അങ്ങനെ മെയിൻ കോഴ്സ് എത്തി. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇങ്ങനെ ഗാർലിക് നാൻ്റെ ഒപ്പം കറി പിന്നെ എങ്ങനെയായാലും പ്രശ്നമില്ല. ഗാർലിക് നാനാണ് മെയിൻ സംഭവം. എൻ്റെ ഒരു രക്ഷയില്ല കൈസ്. അതിൻ്റെ കൂടെ സവാളയും കൂടെ ഒന്ന് കടിച്ചാൽ പിന്നെ നമ്മൾ ഓൾറെഡി സ്വർഗത്തിലാണ്. തലയ്ക്ക് വെളിവില്ലാണ്ട് അവസാനം ഞാൻ ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് പ്ലസ് അതിൻ്റെ ഒപ്പം അവർ ഈ ക്രോസൺ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതുവരെ അതിൻ്റെ ക്രോസൺ എങ്ങനെ കഴിക്കണം എന്നുള്ളത് പിന്നെ ഞാൻ എങ്ങനെയെങ്ങാണ്ടൊക്കെ തട്ടികൂട്ടി കഴിച്ചു. വൈകുന്നേരമായപ്പോൾ ഞാൻ ഈ ഒരു വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പ് പിസ്സ ആയിട്ട് ഓർഡർ ചെയ്തത്. മിക്കവർക്കും പിടിക്കാത്തൊരു കാര്യം ഞാൻ ആദ്യം തന്നെ ചെയ്തു. കാച്ചപ്പ് ആഡ് ചെയ്ത് അതിലേക്ക് ഞാൻ അത്യാവശ്യം സ്പ്രിങ്കിളൊക്കെ എടുത്തു. പക്ഷേ എനിക്ക് കാച്ചപ്പ് വേണം കൈസ്, എന്നാലും എനിക്ക് ഇഷ്ടമുള്ളൂ. അതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നു ചോക്കോലാവ കേക്ക് ഹാർട്ട് ഷേപ്പിൽ നല്ല തിക്ക് ആൻഡ് ഡെൻസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഫില്ലിങ്സ് ഉണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വാലന്റൈൻസ് ഡേ മമ്മിയുടെയും പപ്പയുടെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ റെഡ് വെൽവെറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കേക്ക് ഞാൻ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ എന്നെ ഉറക്കി കിടത്തിയിട്ട് അവർ റൊമാൻറ്റിക് ആയതുകൊണ്ട് കേക്കൊക്കെ മുറിച്ച് കഴിച്ചു. സാർ ലഗീസ് നമ്മൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് കഴിക്കാം. ബൈ ദ വേ ഇതുകൊണ്ട് തീർന്നില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് വേറെ എന്തൊക്കെ ഞാൻ ഒപ്പിച്ചെന്നുള്ളത് ഫുൾ ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്യാൻ ഓടിപ്പോയി കാണുക.